കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയായി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള അസ്വാരസ്യം. ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത സുപ്രധാന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ തരൂർ വിട്ടുനിന്നു. ഇതോടെ അകൽച്ച പരസ്യമായി. തരൂറിന്റെ അടുത്ത നീക്കമെന്ത് എന്നത് നെഞ്ചിടിപ്പോടെ നോക്കുകയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും വിളിച്ചു ചേർത്ത യോഗമാണ്, സുപ്രധാന യോഗമാണ് തരൂർ ബഹിഷ്കരിച്ചത്. കൊച്ചിയിൽ വെച്ച് രാഹുൽ ഗാന്ധി തന്നെ പരസ്യമായി അപമാനിച്ചുവെന്ന ഉറച്ച നിലപാടിലാണ് തരൂരെന്ന് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞു. കൊച്ചിയിൽ നടന്ന കോൺഗ്രസ് മഹാപഞ്ചായത്തിൽ വേദിയിലുണ്ടായിരുന്ന പ്രമുഖ നേതാക്കളുടെ എല്ലാം പേരെടുത്തു പറഞ്ഞ രാഹുൽ ഗാന്ധി തരൂറിൻ്റെ പേര് ഒഴിവാക്കിയത് വലിയ വിവാദമായി മാറി. രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുമ്പ് തന്നെ തരൂരിൻ്റെ പ്രസംഗം തീർക്കാൻ നിർദ്ദേശിച്ചതായും എന്നാൽ രാഹുൽ ഗാന്ധി എത്തിയതിനു ശേഷം മറ്റു പല നേതാക്കളെയും സംസാരിക്കാൻ അനുവദിച്ചതായും തരൂർ പക്ഷം പരാതിപ്പെടുന്നു. കൊച്ചിയിലെ ചടങ്ങിൽ അവഗണിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് പരിപാടി തീരും മുമ്പ് തരൂർ വേദി വിട്ടിരുന്നു. ഡൽഹിയിൽ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത സുപ്രധാന യോഗത്തിൽ ഓൺലൈൻ വഴി പോലും പങ്കെടുക്കാൻ തരൂർ തയ്യാറായില്ല. ഇതോടെ തരൂറിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇനിയും അപമാനം സഹിച്ച് കോൺഗ്രസിൽ തുടരാൻ പറ്റില്ല എന്ന കടുത്ത നിലപാടിലാണ് തരൂർ എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തരൂറിനെ കുറെ കാലമായി അകറ്റി നിർത്തുന്നു. കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് തരൂറിന് താല്പര്യം. പക്ഷേ വിശ്വപൗരൻ എന്ന ഇമേജുള്ള തരൂറിൻ്റെ വരവ് കേരളത്തിലെ നേതാക്കൾക്ക് പഥ്യമല്ല. അവർ തരൂറിനെ അകറ്റി നിർത്താൻ പരമാവധി ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കൂടി അവർക്കൊപ്പം ചേർന്നു എന്ന വിമർശനമാണ് തരൂറിനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാനത്ത് പല നേതാക്കളും തരൂറിനോട് നല്ല ബന്ധം പുലർത്തുന്നവരാണ്. GS ബാബുവിനെ പോലെയുള്ള നേതാക്കളൊക്കെ, തിരുവനന്തപുരത്തെ GS ബാബു അടക്കമുള്ള നേതാക്കളൊക്കെ തരൂർ പക്ഷക്കാരാണ്. തരൂർ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ കുറച്ചു കാലമായി താല്പര്യം കാണിക്കുന്നു. പക്ഷേ AICC അതിന് പച്ചക്കൊടി നൽകിയിട്ടില്ല. നേമമണ്ഡലത്തിൽ രാഹുൽ ചന്ദ്രശേഖറിനെതിരെ തരൂറിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. അത് നല്ലൊരു തീരുമാനവും ആയിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ കുളമായി കിടക്കുകയാണ്. രാഹുൽ ഗാന്ധി തരൂറിനെ വ്യക്തിപരമായി അപമാനിച്ചു എന്നാണ് തരൂർ പക്ഷം പറയുന്നത്. കുറച്ചു കാലമായി തരൂരും കോൺഗ്രസും തമ്മിൽ നല്ല ബന്ധത്തിലല്ല. പലപ്പോഴും മോദിയെ സ്തുതിക്കുന്ന തരൂർ കോൺഗ്രസിൻ്റെ വിമർശനങ്ങൾ, അതേക്കുറിച്ചുള്ള കോൺഗ്രസിൻ്റെ വിമർശനങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. മോദി സ്തുതി പലപ്പോഴും അവസരത്തിലും അനവസരത്തിലും തരൂർ നടത്തിയിരുന്നു. അങ്ങനെ തരൂറും കോൺഗ്രസുമായി ഇടഞ്ഞു തന്നെ നിൽക്കുകയായിരുന്നു. ആ അകൽച്ച ഇപ്പോൾ പരസ്യമായി മാറിയിരിക്കുന്നു. തരൂർ MP സ്ഥാനം രാജിവെക്കുന്നത് അടക്കമുള്ള കടുത്ത നിലപാടിലേക്ക് പോകും എന്നാണ് സൂചന. തരൂർ MP സ്ഥാനം രാജിവെച്ചാൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറും. ഇനിയും അപമാനം സഹിച്ച് കോൺഗ്രസിൽ നിൽക്കാൻ പറ്റില്ല എന്ന നിലപാടിലാണ് ശശി തരൂർ. അപമാനം സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം താൻ സഹിച്ചു കഴിഞ്ഞു എന്നാണ് തരൂറിൻ്റെ നിലപാട്. എന്തായാലും തരൂറും കോൺഗ്രസും രണ്ട് ധ്രുവങ്ങളിൽ ആയിരിക്കുന്നു. തരൂറിനെ അനുനയിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി നേരിട്ടിറങ്ങും എന്ന സൂചനയും ലഭിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തരൂറിൻ്റെ പിണക്കം കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാക്കും. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അനിവാര്യമായ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അപ്പോൾ തരൂറിനെ പോലെ വലിയൊരു ഇമേജുള്ള, വിശ്വപൗരൻ എന്ന ഇമേജുള്ള നേതാവ് മാറി നിൽക്കുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ്.
ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ തരൂർ പങ്കെടുക്കാതിരുന്നതോടെ തന്റെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുകയാണ് അദ്ദേഹം. പ്രിയങ്ക ഗാന്ധിയുടെ നയതന്ത്രജ്ഞതയിൽ തരൂർ വീഴുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. തരൂർ പലപ്പോഴും കോൺഗ്രസിനോട് കലഹിച്ചുകൊണ്ട് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന നേതാവാണ്. നരേന്ദ്രമോദിയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ രാഹുൽ ഗാന്ധി വിമർശിച്ചപ്പോൾ തരൂർ നരേന്ദ്രമോദിക്ക് ഒപ്പം നിന്ന് രാഹുൽ ഗാന്ധിയെ വെട്ടിലാക്കി. പല പല കാരണങ്ങൾ കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും തരൂറും തമ്മിൽ നല്ല ബന്ധത്തിലും അല്ല. ഈ സാഹചര്യത്തിലാണ് കൊച്ചിയിൽ വെച്ച് രാഹുൽ ഗാന്ധി തന്നെ പരസ്യമായി അപമാനിച്ചുവെന്ന് തരൂർ പറയുന്നത്. തരൂർ പറയുന്നതിലും കാര്യമുണ്ട്. കൊച്ചിയിൽ നടന്ന കോൺഗ്രസ് മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് തരൂറിനെ പ്രസംഗിക്കാൻ ക്ഷണിക്കുകയും രാഹുൽ ഗാന്ധി വന്നപ്പോൾ പ്രസംഗം അവസാനിപ്പിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം രാഹുൽ ഗാന്ധി കാണിച്ചതെല്ലാം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രതിഷ്ഠിക്കാനുള്ള നാടകങ്ങളായിരുന്നു. അടൂർ പ്രകാശിന് ശേഷം രമേശ് ചെന്നിത്തലയെ പ്രസംഗിക്കാൻ വിളിച്ച് അദ്ദേഹത്തെ അപമാനിച്ചു. മുതിർന്ന നേതാവും KPCC മുൻ അധ്യക്ഷനുമായ K സുധാകരനെ ഇരിപ്പിടത്തിൽ നിന്ന് മാറ്റി. ഇങ്ങനെ രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ പ്രതിഷ്ഠിക്കുകയാണെന്ന് പരോക്ഷമായി തെളിയിച്ചു കൊച്ചിയിൽ നടന്ന കോൺഗ്രസ് മഹാപഞ്ചായത്തിൽ. ഇവിടെ വെച്ചാണ് തരൂറും അപമാനിക്കപ്പെട്ടത്. രാഹുൽ ഗാന്ധിയുടെ ജനപഞ്ചായത്തിലെ പെരുമാറ്റം പല കോൺഗ്രസ് നേതാക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ തരൂർ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നു. തരൂർ തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന്. തരൂറിനെ തോൽപ്പിക്കാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ കടുത്ത വെല്ലുവിളിയെ അതിജീവിച്ചാണ് തരൂർ വിജയിച്ചത് എന്നതും ശ്രദ്ധേയം. ഇങ്ങനെ തരൂർ ശക്തനായ ഒറ്റയാനായി കോൺഗ്രസിൽ നിലകൊള്ളുകയാണ്. അടുത്ത കാലത്തായി തരൂർ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. കേരളത്തിലെ കോൺഗ്രസിലെ പരിപാടികളിൽ അദ്ദേഹം സജീവവും ആയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി എല്ലാം കൊണ്ട് വെളുക്കുവോളം വെള്ളം കോരിയിട്ട് കുടമിട്ട് ഉടയ്ക്കുന്ന മട്ടിലായി തരൂറിനെ അപമാനിക്കൽ. അപമാനങ്ങളും വിമർശനങ്ങളും ഒക്കെ കോൺഗ്രസിൽ നിന്ന് കുറച്ചു കാലമായി തരൂർ നേരിടേണ്ടി വരുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, തരൂറിൻ്റെ മോദി സ്തുതി തന്നെയാണ്. മോദിയോട് ഒരു അനുഭാവം തരൂറിന് ഉണ്ട്. മോദിയും തരൂറും തമ്മിലുള്ള ബന്ധവും കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നു. ഇടയ്ക്ക് തരൂർ BJPയിലേക്ക് ചേക്കേറും എന്ന വാർത്തകൾ സജീവമായിരുന്നു. പൊളിറ്റിക്സ് കേരള അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ തരൂർ MP സ്ഥാനം രാജിവെക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ അപമാനത്തിന് മറുപടിയായി MP സ്ഥാനം രാജിവെച്ച് തിരിച്ചടിക്കുക, ഇതാണ് തരൂറിൻ്റെ ഇപ്പോഴത്തെ തീരുമാനമെന്ന് തരൂർ പക്ഷം പറയുന്നു.